എവിടെടാ പണി? ഇന്ന് ചെയ്താലേക്കൻ്റെ അല്ല രാമേട്ടാ, രാഘവേട്ടന്റെ അടുത്ത് പ്രശ്നം അറിഞ്ഞു. വിഷയൊക്കെ അറിഞ്ഞാൽ അതൊക്കെ കാട്ട കുട്ടികളിങ്ങനെ കാട്ടിയ എന്താ ചെയ്യാ? എന്തായാലും നല്ല ഇടങ്ങാരല്ല ഇപ്പൊ ഇതൊക്കെ. എന്താ ചെയ്യപ്പോ ഇതിനൊക്കെ? എങ്ങനെ നോക്കിയാലേ പിന്നെന്താ പറഞ്ഞിട്ട് കാര്യമില്ല ഒട്ടിക്കോളി. അല്ല, സത്യത്തിൽ ഒളിച്ചോടി തന്നെ അല്ലേ ചിറ്റിക്കളി ഉണ്ടെ കുറയണത്. ഇപ്പൊ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. ഞാൻ ഇതിനെ പറ്റി പറയാം. ചായ കുടി കഴിഞ്ഞോ? ഞങ്ങള് കാലി അടിച്ചേക്ക് നിങ്ങൾ വേണമെങ്കിൽ ഓരോ ചായ ഇഞ്ഞ് കുറച്ച് കടി എന്താ വേണ്ടിച്ച കഴിക്കാൻ, എന്താ വേണ്ടിച്ച കഴിച്ചോടി. ഇന്ന് എന്റെ ചെലവാ. കേട്ടത് ശരിയാണോ? ശരി തന്നെ. പിന്നെന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണം? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടി? എന്റെ കുട്ടി ഒളിച്ചോടി പോയി, അത് ശരി തന്നെയാ. ഇപ്പൊ ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര റുപ്യ? 10-15 ലക്ഷം റുപ്യാണ്. ഇപ്പൊ സ്വർണത്തിന്റെ വില എത്രയാ? 80-90 ആയിരിക്കുന്നത്. എനിക്ക് ലാഭം തന്നെയാണ്. വളരെ നിസ്സാരമായിട്ട് എന്റെ പരിപാടിയുണ്ട്. അല്ല പോവല്ലേ? ടൈമായില്ലേ? പണിക്ക് ആയിക്കോട്ടെ. അല്ല പൈസ കൊടുക്കണ്ട. ഇന്നത്തെ ചെലവിന്റെ വക. രാമ വാങ്ങണ്ട കേട്ടോ. പോയിക്കോളി. അല്ല രാഘവ, പെണ്ണുങ്ങളെ സ്ഥിതി ഇപ്പൊ എന്താ? ഓരോ സ്ഥിതി കുട്ടി പോയതിന് ശേഷം പിന്നെ ഒരു തുള്ളി വെള്ളമാണ് കൊടുത്തില്ല. അതന്നെ ഇജിപ്പാ ഈ കുറച്ച് സംസാരിക്കണ എന്നോട്. അല്ല രാഘവ, ഇജ ചെക്കന്മാരോട് എന്തൊക്കെയാ പറഞ്ഞവിടെ? ഞാൻ ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് ഞാനോട് വിളിച്ചോടുന്നു കേട്ടു. ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു തന്തയല്ലടാ, ഒരു തന്തയല്ല ഞാൻ. അല്ല, സ്റ്റേഷനൊക്കെ വിളിപ്പിച്ചില്ലേ? വിളിപ്പിച്ചേ. എന്താ പറഞ്ഞ അവിടുന്ന്? അവിടുന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിച്ചിടാന്ന് പറഞ്ഞിട്ട് കുട്ടീന് ഇച്ചിരി സാവധാനം വേണം. അല്ലേ ഓക്കിന്ന് വിശ്വാസമില്ല, ഓക്കൊരു തരിമ്പ് പോലും വിശ്വാസമില്ല. സമാധാനപ്പെട്. എങ്ങനെയാണ് ഞാൻ സമാധാനപ്പെടുക? അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി കണ്ട് നേർച്ചയും വഴിപാടും ചെയ്തിട്ട് കിട്ടിയൊരു പെന്തരിയാണത്. ഈ നെഞ്ചത്തിട്ട് ഞാൻ ഓടോടെ കരയല്ലേ? ഇന്നെ കൂടി കരയിക്കില്ല രാഘവ. എന്നിട്ട് നോക്കിടാവോടെ ചെയ്തപ്പോ എന്താടാ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ? ഇപ്പത്തെ കുട്ടികളല്ലേ, സമാധാനപ്പെട്. രാമ